ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്, പിറവത്താണ്. നല്ല ഉഗ്രൻ ഒരു ഓഫ് റോഡ് റാലിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം. ഞാനുണ്ട് ബോനുസുണ്ട്. ദെൻ സോ നമ്മുടെ വണ്ടിക്കൂട്ടത്തിൻ്റെ വണ്ടിയാണ് ആദ്യം ഇറങ്ങാൻ പോകുന്നത്. നമ്മുടെ വണ്ടിക്കൂട്ടത്തിൻ്റെ വണ്ടിയാണ്. സോ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കൂട്ടത്തിൽ നമ്മുടെ ജിനീഷേട്ടൻ്റെ നമ്മുടെ ടീമിൻ്റെ വണ്ടിയാണ്. സോ ഇവരാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ഓഫ് റോഡിങ് ഇവൻറ്റ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതും കവർ ചെയ്ത് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നത് വണ്ടിക്കൂട്ടമാണ്, ജിനീഷേട്ടൻ്റെ ടീമാണ്. സോ ഫുള്ളി എൻറ്റയർ വണ്ടിക്കൂട്ടൻ ടീമിന് നമ്മുടെ ഈ ഒരു വീഡിയോ എൻഡിങ്ങിൽ ഒരു ക്ലിപ്പുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ ജിനീഷേട്ടനെ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ ജിനീഷേട്ടൻ്റെ ഡീറ്റെയിൽസും ജിനീഷേട്ടൻ്റെ മോനാണ് കണ്ണൻ. ശരിക്കും പറഞ്ഞാൽ കണ്ണന് വളർന്നു വരുന്നൊരു ഓഫ് റോഡർ തന്നെയാണ്. സോ അവന് ഭയങ്കര താല്പര്യമാണ് ഈ ഒരു കാര്യത്തിലൊക്കെ. പക്ക നമ്മുടെ വണ്ടി ഈ ഇറക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ശരിക്കും സ്റ്റോക്ക് വണ്ടിയാണ്. സോ ഇവൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഈ ഒരു വണ്ടിയുടെ കാറ്റഗറിയിൽ ഡീസൽ കാറ്റഗറിയിൽ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ജീപ്പാണ് ഇറങ്ങാൻ പോകുന്നത്. സോ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ എന്തായാലും കാണാം. Manoj, please line up your vehicle in front of the registration counter and get ready for scrutiny in front of the registration counter. After that,
നമ്മൾ ഇന്ന് ശരിക്കും ഉള്ളത് ഈ കോട്ടയത്ത് പിറവത്താണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ജിനീഷുണ്ട്, നമ്മുടെ കട്ടപ്പന ടീമുണ്ട്. നിങ്ങൾക്കറിയാം, ഓൾറഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. നമ്മുടെ ഹബീബിന്റെ ടീം അവർ ഫുൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ജിപ്സിക്കകത്ത് ഹാർട്ട് ടോപ്പ് കേട്ടിട്ട് നമ്മുടെ പ്രവീൺ അച്ചാരും കാര്യങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അവരെല്ലാവരും സുമേഷ് ആശാനാണ് പേര് വിട്ടുപോയി. അപ്പൊ എല്ലാവരും ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നല്ല വെയിലുണ്ട്. എല്ലാവരും എന്തായാലും കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ലൗഡായിരിക്കും. നിനക്ക് എന്തെങ്കിലും പറയണ്ട, പറഞ്ഞോ. ചൂട് താങ്ങാൻ പറ്റില്ല. എന്തായാലും ഞാൻ അവരെല്ലാവരും കാണിച്ചത് കേട്ടോ. ആ ഫുൾ ടീം ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരാണെന്ന് പരിചയപ്പെട്ടെ പെട്ടെന്ന്. ഞാൻ അന്നൊക്കെ വെച്ച് തള്ളിയില്ലേ, ഇതായിരിക്കും സുമേഷ് ആശാൻ. പിന്നെ രാത്രി 2 മണി വരെ നമ്മുടെ ആ കട്ടപ്പനയിൽ നമ്മുടെ ഹാർട്ട് ടോപ്പ് കയറ്റാൻ വേണ്ടി ആശാനും പിള്ളേരും നമ്മുടെ ഹബീബും കൂടാണ് ഫുൾ പണിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഹബീബ് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വണ്ടി കൂടെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും ആശാനെ നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് പരിചയപ്പെട്ടേ, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടേ. പേര് പറഞ്ഞില്ല, മത്തായി ആണെന്നുണ്ടായിരുന്നേ. സുഭാഷ് ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഓക്കെ, അപ്പൊ ഇവര് ഫുൾ ടീം ഉണ്ട്. എല്ലാവരെയും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാവരും പരിചയപ്പെടുത്തും. എന്തായാലും ഈ ഇതിന്റെ ഇടയ്ക്ക് വെച്ചാൽ എല്ലാവരും നമുക്ക് പക്കയായിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ കുറച്ച് വർഷപ്പിന്റെ ഡീറ്റെയിൽസ് കവർ ചെയ്യാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ ഹബീബിന്റെ മഡ്ഗാർഡ് ചെയ്തില്ലേ, അത് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ലപോലെ ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ വിശേഷങ്ങളെ കാണാം. ജിപ്സിയുടെ ഈ പെട്രോൾ കാറ്റഗറി എപ്പോഴും ഇറങ്ങുന്ന വണ്ടി അങ്ങനെ മിക്സഡ് ആണെന്ന് തോന്നുന്നു, മിക്സഡ് കാറ്റഗറിയാണ്. അപ്പൊ പിന്നെ നിങ്ങളുടെ സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞേ, നല്ല ലൗഡായിട്ടൊന്ന് പറഞ്ഞേ. പറയാശാനെ എന്തെങ്കിലുമൊക്കെ ക്യാൻവാസ് തന്നെ ചെയ്തോ, ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്, പറഞ്ഞോ. ഓർക്കെ കട്ടപ്പന ഓഫ് റോഡ് നമ്മൾ 4 വണ്ടിയാണ് മത്സരിക്കാൻ വന്നത്. ഓക്കെ, ആരൊക്കെ ഇറങ്ങുന്നേ? 3 വണ്ടികളുടെ മത്സരം കഴിഞ്ഞു. ഫസ്റ്റ് ജിപ്സി ഉണ്ടായിരുന്നു, ഇറങ്ങി. ടോണി അത് കഴിഞ്ഞ് ഇറങ്ങി. ഓക്കെ, അത് കഴിഞ്ഞ് അതിലിറങ്ങി. ഓക്കെ, അതിലാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, മത്തായാണ് ഇറങ്ങാനുള്ളത്. മത്തായി അപ്പൊ ഇനി ഇറങ്ങാനുണ്ട്. മത്തായി പഴയ റിക്കവർ വാനിന്റെ ഒക്കെ ആളാണ് അന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ആശാന്റെയും പിള്ളേരുടെയും പരിവാരങ്ങളൊക്കെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനും വൈഫും കൂടെ വന്നത് രാത്രിയിൽ നമ്മുടെ ജിപ്സിക്കകത്ത് ഹബീബിന്റെ വണ്ടിക്കകത്ത് ഹാർട്ട് ടോപ്പ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നത്. 2 മണി വരെ അവിടെ 2-3 മണി വരെ അവിടെ പണിഞ്ഞെല്ലാം റെഡിയാക്കി. അതിനുശേഷം അതുപോലെ തന്നെ ഹാർട്ട് ടോപ്പ് വെച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല, പെയിന്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഒന്നുകൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കട്ടപ്പന ടീമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തണ്ട് ഇവരുടെ അടുത്താണല്ലേ, അത്യാവശ്യം ഇവരെല്ലാവരും അത്യാവശ്യം നല്ലപോലെ ഓഫ് റോഡ് അല്ലെ, കൈത്തണ്ട് അല്ലേ, അത്യാവശ്യം ഓഫ് റോഡ്. കല്യാണത്തണ്ട് അവരുടെ കൈത്തണ്ടിലാണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്ന ഫുൾ ഹെവി ടീമാണ്. അപ്പോൾ ഉറപ്പായിട്ടും കട്ടപ്പനക്കാർ ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ വേണം. പിന്നെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ മെയിനായിട്ട് പറയുന്നത്, ഇവർ വർക്ക്ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പാച്ച് വർക്ക്, പെയിന്റിങ്, ഡെന്റിങ് എല്ലാ വർക്കുകളും ഇവർ നന്നായിട്ട് ചെയ്യുന്നതാണ്. ഇവരൊരു ടീമാണ്. പാഷനേറ്റ് വർക്ക്ഷോപ്പ് ആൾക്കാരെ വേണമെന്ന് നമ്മൾ എപ്പോഴും പറയത്തില്ലേ, അപ്പോൾ അതിന്റെ ഫുൾ വർക്ക് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാൻ എല്ലാവരും കാണാം. ഇപ്പോൾ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊന്നുമല്ല, എനിക്ക് ശരിക്കും ഈ ഓഫ് റോഡിലോട്ട് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി തന്നതോടൊപ്പം നമ്മുടെ വണ്ടിക്കൂട്ടമാണ്. വണ്ടിക്കൂട്ടം എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം എന്ന് തന്നെ പറയാം. ഇവർ ഒരു ഫാമിലി പോലുള്ള ടീമാണ്. അവർ ഓരോരുത്തരും ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തരാം. സോ ഫസ്റ്റ് നമ്മുടെ ജിനിഷേട്ടൻ, ഇത് ജിനിഷേട്ടനാണ്, ഇത് ജിനിഷേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ എന്തായാലും ഇനി സെപ്പറേറ്റ് ജിനിഷേട്ടൻ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, വാ. ഇൻട്രൊഡ്യൂസിങ്ങിൻ്റെ ആവശ്യമില്ല. ക്ലബ് മെമ്പേഴ്സ് ആണ് എല്ലാവരും. ബാക്കി എല്ലാവരും ദീപു ചേട്ടൻ്റെ ഇത് ദീപു ചേട്ടനാണ്. ദീപു ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ SIT ക്ലബ്ബിലുള്ള, അതോടെ തന്നെ ദീപു ചേട്ടനാണ് ജിനി ചേട്ടനെ എന്നെ പരിചയപ്പെടുത്തി തന്നത്. അവിടെ ശരിക്കും നല്ല വെയിലടിക്കുന്നുണ്ട്. ബ്രോ പേര് പറഞ്ഞേ? ജെറിൻ. വണ്ടിക്കൂട്ടത്തിൻ്റെ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ടോ, ജിനി ചേട്ടൻ്റെ മോനാണ്.
അതുകൊണ്ട് തന്നെ ജിതിൻ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ജെറിനെ ഞാൻ എനിക്ക് തോന്നുന്നു പരിചയപ്പെട്ടിട്ടില്ല. ജിതിൻ്റെ ചേട്ടനാണോ? പണ്ട പ്രായം പറയത്തില്ല കേട്ടോ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ജിതിൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രോ പേര് പറഞ്ഞേ. മാത്തൻ ഇച്ചിരി മഹേഷ് കുമാർ. ഓക്കെ 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 ഓക്കെ. നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അവിടെ തന്നെ ഇത് കണ്ടില്ലേ. ഇത് മാത്തൻ ബ്രോയുടെ വൈഫാണ്. പേര് പറയൂ. ദിവ്യ നമ്മുടെ വർക്കലക്കാരിയാണ്. നമ്മളങ്ങോട്ട് വണ്ടിയിൽ ഒന്നിച്ചാണ് പോയത്. ഓക്കെ പറഞ്ഞോ. അഹാന മുഫ്തി. ന്യൂലി മാരീഡ് ആണ്. വണ്ടിക്കൂട്ടത്തിന്റെ അതെ 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 അതെ. നമ്മൾ ഈ ഓഫ് റോഡിനൊക്കെ നമ്മളെ സമ്മതിക്കാത്ത പെണ്ണുപിള്ളേരൊക്കെ എന്താ ചെയ്യണ്ടേ? സമ്മതിക്കോ? വെടിവെച്ച് കൊല്ലോ. ഇവിടെ ശരിക്കും ഇവിടെ ഒരു തോക്കിരിപ്പുണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുമ്പോൾ കാണിക്കാം. ഇത് ചങ്കിനെ പറയണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇവരുടെ മെമ്പേഴ്സിന് ഞാൻ